എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് നാളുകളായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. സോറി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സ് ആണ്. നമ്മൾ ഓൾറെഡി പ്രഷർ വരെയുള്ള ടോപ്പിക്സ് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ പറയുന്നത് പ്രഷറിൻ്റെ തന്നെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാണ്. പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ്, പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസസ്, ഇത്രയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ് ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ഗേൾ വിയറിംഗ് ഹീൽസ് ഓൺ ആൻ എലഫന്റ് ആൻഡ് ആൻ എലഫന്റ് ആർ വാക്കിംഗ് ഓൺ എ സാൻഡി റോഡ്. The girl is exerting greater pressure on the sand than the elephant. What may be the reason behind this? Question clear ആണ്. നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ എന്താ തോന്നുക? എലഫൻ്റ് ആണ് കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഗേൾ ഈസ് എക്സേർട്ടിങ് ഗ്രേറ്റർ പ്രഷർ ഓൺ ദ സാൻഡ് എന്നാണ്. എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ, നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, ഈ എലഫൻറ്റ് എത്ര ഫോഴ്സ് കൊടുത്താലും അതിൻ്റെ ഏരിയ കൂടുതലായതുകൊണ്ട് അതിൻ്റെ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഗേളിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് ഒരു നമ്പർ ഇട്ട് ഇമാജിൻ ചെയ്യാം. അതായത് 1000 ആണെന്ന് വിചാരിക്കുക. 1000 ന്യൂട്ടൺ ആണ് അവിടെ എലഫൻറ്റിൻ്റെ പ്രഷർ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ 1000 ന്യൂട്ടൺ ആണ് അതിൻ്റെ ഫോഴ്സ്, പ്രഷറല്ല ഫോഴ്സ്. ഏരിയ എന്ന് പറയുന്നത് ഒരു 50 മീറ്റർ സ്ക്വയർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ 1000 ഡിവൈഡഡ് ബൈ 50 വരും. സോ എത്രയാണ് ആൻസർ വരിക? 500ൽ 20 ടൈംസ് ആണ്, 20 പാസ്കലാണ് വരിക. ഓക്കെ, ഇനി ഗേളിൻ്റെ നോക്കുകയാണെങ്കിൽ ഫോഴ്സ് വരുന്നത് ഒരു 500 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ഗേളിൻ്റെ ഫോഴ്സ് 500 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ഇനി അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു 1 മീറ്റർ സ്ക്വയറോ അങ്ങനെ എന്തെങ്കിലും ഇമാജിൻ ചെയ്യാം. ഹീൽസിൻ്റെ മാത്രം ഏരിയയല്ലേ വരുന്നുള്ളൂ. എലഫൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ 4 കാലിൻ്റെയും വരുന്നുണ്ട്. ഇത് ഹീൽസിൻ്റെ മാത്രമേ വരുന്നുള്ളൂ. നമുക്കൊരു 1 മീറ്റർ സ്ക്വയർ, ഇത് എക്സാക്ട് വാല്യൂ അല്ല. 1 മീറ്റർ സ്ക്വയർ ഒക്കെ വരൂ എന്ന് ചിന്തിക്കേണ്ട. ഇത് എക്സാക്ട് വാല്യൂ അല്ല, ജസ്റ്റ് ഇമാജിൻ ചെയ്യാനുള്ളൊരു വാല്യൂ മാത്രമാണ്. സോ അതിൻ്റെ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ 500 ഡിവൈഡഡ് ബൈ 1 മീറ്റർ സ്ക്വയർ. സോ ആൻസർ ഇസ് 500 പാസ്കൽ. ഏതിലാണ് കൂടുതൽ പ്രഷർ വന്നത്? ഗേളിലല്ലേ. സോ എപ്പോഴും നമ്മളുടെ ഏരിയയും കൂടെ അവിടെ കൺസിഡർ ചെയ്യണം, ഫോഴ്സ് ബൈ ഏരിയ. സോ എലഫൻറ്റിനെയും ഗേളിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗേളിനാണ് കൂടുതൽ പ്രഷർ വരിക. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സാൻഡി ഫ്ലോറിൽ ഇപ്പോൾ ഗേളും എലഫൻറ്റും നടക്കുമ്പോൾ ഗേളിൻ്റെ കാലാണ് കൂടുതൽ, ആ ഹീൽസാണ് ആ സാൻഡിലോട്ട് താഴ്ന്നു പോവുക. കാരണം കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ഗേളാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ്. ആദ്യം നമുക്കൊരു ബോട്ടിൽ എടുക്കാം. ഓക്കെ, ഇതിൽ മൊത്തം വാട്ടർ എടുത്തിരിക്കുകയാണ്. ഇനി ഞാനിവിടെ കുറച്ച് ഹോൾസ് ഇടാണ്, പല പല ഡയറക്ഷനിൽ കുറച്ച് ഹോൾസ് ഇടാണ്. ഇതാ ഇവിടെയൊക്കെ ഹോൾസ് ഇട്ടു. നമുക്കറിയാം ഈ ഹോൾസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും, അല്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ലിക്വിഡ്സ് exerts pressure on the walls of the container. ലിക്വിഡ്സ് എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. നമുക്കറിയാം ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ച് വെക്കുകയാണ്, അതിൽ ഹോൾസ് ഇടുകയാണെങ്കിൽ എന്തായാലും ആ വാട്ടർ ലെവൽ എത്ര വരെയുണ്ടോ അവിടെ വരെയുള്ള ഹോൾസിലൂടെ ആ വെള്ളം പുറത്തേക്ക് വരും. വിച്ച് മീൻസ് ലിക്വിഡ്സ് എക്സേർട്സ് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഇനി ഞാൻ ഈ ഹോൾസ് ഇതൊക്കെ മാറ്റി ആകെ 3 ഹോൾസ് ഇടാണ് കേട്ടോ, വെറും 3 ഹോൾസ് ഇടാണ്. ഈ 3 ഹോൾസിൽ വെള്ളം വരുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്.
ഈ ഹാളിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്, ഈ ഹാളിൽ ഇങ്ങനെയാണ് വെള്ളം പോകുന്നത്. നിങ്ങൾക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു 3 ഹോൾസ് ഇട്ടിട്ട് സെയിം ടൈമിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഓരോ ഭാഗത്തും ഓരോ ടൈപ്പായിരിക്കും. ഓക്കെ, വെള്ളത്തിൻ്റെ ഫോഴ്സ് ഓരോ ഭാഗത്തും ഓരോ ടൈപ്പിലായിരിക്കും വെള്ളം പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എവിടെയാണ് കൂടുതൽ പ്രഷർ വരുന്നത്, കൂടുതൽ ഫോഴ്സിൽ വെള്ളം വരുന്നത് എവിടെയാണ്? താഴെയാണ് അല്ലേ, ഏറ്റവും താഴെയാണ്. സോ ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. താഴത്തേക്ക് പോകും തോറും അതിൻ്റെ പ്രഷർ കൂടും. ഓക്കെ, ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ഓക്കെ, താഴത്തേക്ക് പോകും തോറും എന്താ സംഭവിക്കണത്? അതിൻ്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതാണ് ഏറ്റവും താഴെയുള്ള ഭാഗത്ത് ഏറ്റവും ഫോഴ്സിൽ വെള്ളം പോയത്. ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ക്ലിയർ? വീണ്ടും ഞാനൊരു ബോട്ടിലിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. വെള്ളം എടുത്തിട്ടുണ്ട് ഈ ബോട്ടിലിൽ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ ബോട്ടിലിൻ്റെ ഏതെങ്കിലും 3 സൈഡിൽ സെയിം ഹൈറ്റിൽ കേട്ടോ, സെയിം ഹൈറ്റിൽ 3 ഹോൾസ് ഇട്ടു. ഓക്കെ, സെയിം ഹൈറ്റിലാണ് ഞാൻ 3 ഹോൾസ് ഇടാൻ പോകുന്നത്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഇവിടെ വെള്ളം ഏത് ഫോഴ്സിലാണോ പോയത്, എത്ര ഫോഴ്സിലാണ് ഇവിടെ വെള്ളം പോയത്, അതേപോലെ തന്നെ ഇവിടെ ബാക്കി 2 സൈഡിലും കൂടെ വെള്ളം പോകും. ഓക്കെ, നിങ്ങൾക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിക്കോളൂ. സെയിം ഹൈറ്റിലാണ് ഹോൾസ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോണ വെള്ളത്തിൻ്റെ പോകുന്ന ആ ഒരു മെത്തേഡും ഒരേ ലെവലിലായിരിക്കും. വിച്ച് മീൻസ് liquids exerts equal pressure in equal depth. Liquids exerts equal pressure in equal depths. കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 3 കേസാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് കേസ് ലിക്വിഡ്സ് എക്സൈറ്റ് പ്രഷർ ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. നെക്സ്റ്റ് ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആഴം കൂടുന്തോറും അതിൻ്റെ പ്രഷർ കൂടും. ലിക്വിഡ്സ് എക്സൈറ്റ് ഈക്വൽ പ്രഷർ ഇൻ ഈക്വൽ ഡെപ്ത്. ഈ സെക്കൻഡ് പോയിന്റിൽ ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പറയാം. നമ്മുടെ ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം കുറച്ച് കട്ടി കൂടുതലായിരിക്കും. അതായത് കുറച്ചും കൂടെ കൺസ്ട്രക്ഷൻ വർക്ക് കൂടുതലായിരിക്കും അതിൻ്റെ താഴ്ഭാഗത്ത്. ഒരേ വിട്ടിൽ അത് പണിയില്ല. കാരണം ലിക്വിഡ് പ്രഷർ താഴെയാണ് കൂടുതൽ. ഓക്കെ, ഒരേ വിട്ടിലാണ് അത് പണിയുന്നതെങ്കിൽ അത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡാംസിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ എപ്പോഴും ഇങ്ങനൊരു ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ വെള്ളം ഇത്രയും കെട്ടിക്കിടക്കുകയാണ് അല്ലേ മറ്റേ സൈഡിൽ. സോ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രഷർ എവിടെ വരിക? അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലാണ് പ്രഷർ കൂടുതൽ വരിക. അതുകൊണ്ടാണ് ഈ താഴെയുള്ള ഭാഗം ഇത്രയും വിത്തിൽ അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ ഒരു പോയിന്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. അപ്പോൾ പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ. താങ്ക് യു.